ഹരേ കൃഷ്ണ. ഈ അടുത്ത് കമൻസിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, യോഗമായ പ്രാദുർഭാവം മധുരയിലുണ്ടായ ആ ഭാഗം അതും കൂടി ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്കൊന്ന് കുറച്ചൊന്ന് റിവൈൻഡ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കണ ഭാഗം ഭഗവാന്റെ ബാലലിയിലേക്ക് പ്രവേശിക്കാനായി. യോഗമായ അവിടെ മധുരയിൽ കംസനെ അനുഗ്രഹിക്കുന്ന ആ ഭാഗം വരുന്നത് ഭഗവാൻ ജനിച്ച ദിവസം തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് പിന്നിക്ക് വരാം. എന്നാലും യോഗമായ പ്രാദുർഭാവം എന്ന് പറയുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ മധുരയിൽ മാത്രം കണ്ടു എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഭഗവാന്റെ തന്നെ ക്രിയാശക്തിയാണ് അമ്മ. യോഗമായ എന്ന് പറയുന്നത് ഭഗവാൻ സങ്കല്പിക്കുന്നത് ആ യാഥാർത്ഥ്യമാക്കണ ആ ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയെ തന്നെയാണ് അമ്മ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ വസുദേവരെ ആ പെൺകുട്ടിയെ ഗോകുലത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. അമ്മ വന്നത് അമ്മ അറിയിച്ചു എന്നാണ്. ഭഗവാനാണ് വെച്ചാൽ മിണ്ടാണ്ടിരിക്കുക ചെയ്തത്, കാരണം ഗോകുലത്തേക്ക് എത്തിക്കണം അല്ലേ വസുദേവർക്ക്. അപ്പോൾ അതിന് സ്വസൗകര്യമാവുന്ന രീതിയിൽ ഭഗവാൻ അവിടെ മിണ്ടാണ്ട് കിടക്കുകയാണ് ചെയ്തതെന്ന് വെച്ചാൽ അമ്മ അങ്ങനെയല്ല. ഇനി ഉദ്ദേശം എന്താ, കംസനെ അറിയണം അല്ലേ. അപ്പോൾ അറിയണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല. അമ്മ പെട്ടെന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി എന്നാണ്. തൻ്റെ സാന്നിധ്യം അറിയിച്ചും കൊണ്ട് അമ്മ കരയാൻ തുടങ്ങി. ഭടന്മാരെ വേഗം ചെന്ന് കംസ മഹാരാജാവിനെ വിവരം അറിയിച്ചു. എട്ടാമത്തെ പ്രസവം നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോഴേക്കും കംസൻ 2-3 ദിവസമായിട്ട് ഉറക്കില്ല അല്ലേ. ആ ദേവകി പ്രസവിക്കാനായിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ, കാരണം 8ാമത്തെ ഗർഭം തന്നെ വധിക്കും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പേടിച്ചുകൊണ്ടാണെങ്കിലും ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് 2-3 ദിവസമായിട്ട് ഇദ്ദേഹം. അപ്പം അങ്ങനെ പ്രസവിച്ചു എന്ന് അങ്ങോട്ട് അറിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് ഓടി വന്നു. ഇവിടെ ദേവകി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് സ്ത്രീജന്മാണല്ലോ അല്ലെ, ഒരു ഉപദ്രവം ഉണ്ടാവില്ല, ആപത്തൊന്നും ഉണ്ടാവില്ല, ഈ കുട്ടിയെങ്കിലും വെറുതെ വിടണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ദുഷ്ടബുദ്ധിയായ കംസൻ അതിനൊന്നും സമ്മതിക്കാതെ ആ പെൺകുട്ടിയുടെ പാദം പിടിച്ചുകൊണ്ട് അല്ലെ, അങ്ങനെയാണ് മറ്റുള്ള കുട്ടികളെ വധിച്ചത്. ആ ഭാവത്തിൽ തന്നെ കാല് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വധിക്കാൻ പുറപ്പെടുകയാണ്. പക്ഷേ ഒരു നിമിഷത്തിനെങ്കിലും വധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പിടിച്ചത് ആരുടെ പാദമാണ്? അമ്മയുടെ പാദമാണ്. അതിന്റെ ഗുണം കാണാതിരിക്കില്ലല്ലോ. ശരി, എന്നെ ആശ്രയിച്ചു എന്നുള്ള ഭാവത്തിൽ അത്രയും കാരുണ്യാണ് അമ്മയ്ക്ക്. അമ്മ അങ്ങോട്ട് ദർശനം കൊടുക്കാം എന്നുള്ള ഭാവത്തിൽ 8 തൃക്കൈകളോട് കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ തടവറയിൽ ആ അമ്മയുടെ ദിവ്യ ദർശനം സാധിച്ചു എന്നാണ് പറയുന്നത്. കംസന് പറയാണ്, നൃശംസതര കംസതേ കിമുമയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകക്വചന ചിന്ത്യതാം തേഹിതം. നീ എന്നെന്തിനാ വധിക്കാൻ പുറപ്പെടുന്നത് ഹേ മൂഢനായ കംസ? നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നിയിട്ട് സത്കർമ്മങ്ങളൊക്കെ ചെയ്യാന്നുള്ള ഭാവത്തിൽ ഉപദേശിച്ചും കൊണ്ട് ഒരർത്ഥത്തിൽ അനുഗ്രഹിച്ചും കൊണ്ട് അമ്മ അവിടുന്ന് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. പക്ഷെ അമ്മ ഒരിക്കലും അപ്രത്യക്ഷ ആവണില്ല. അതാണ് പറഞ്ഞത്, ഭഗവാന്റെ തന്നെ ആ ശക്തിയാണ്, ക്രിയാശക്തിയാണ് അമ്മ. അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കുക. നമുക്കൊക്കെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സങ്കല്പം കൊണ്ടും അമ്മയുടെ സഹായം കൊണ്ടും എന്നാണ് പറയുക ഭക്തന്മാര്. അപ്പം അങ്ങനെയുള്ള അമ്മയെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ സമർപ്പിക്കണം. ഹരേ കൃഷ്ണ.